തുർക്കി കൈവശമുള്ള അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ ഉക്രൈനിലേക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളോട് കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് റഷ്യ രംഗത്തെത്തിയിരിക്കുകയാണ്. ഉക്രൈനിലേക്ക് പുതിയ ആയുധങ്ങൾ എത്തിക്കുന്നത് നിലവിലെ യുദ്ധ സാഹചര്യങ്ങളെ കൂടുതൽ വഷളാക്കുമെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മരിയ സഖാരോവിയാണ് മോസ്കോയുടെ കടുത്ത അമർഷവും ആശങ്കയും പരസ്യമായി പ്രകടിപ്പിച്ചത്. ഈ ഉദ്ദേശിത ആയുധ കൈമാറ്റം ഏത് വിധത്തിലാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന കാര്യത്തിൽ മോസ്കോ ശക്തമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ആരുടെ മുൻകൈയിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നതെന്നും ഇത് എന്നാണ് യുദ്ധക്കളത്തിലേക്ക് എത്തിച്ചേരുക എന്നും സഖാരോവ ചോദ്യം ചെയ്തു. റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് അമേരിക്കൻ കോൺഗ്രസ് പുറത്തുവിട്ട ചില രേഖകളെ ചൂണ്ടിക്കാണിച്ചാണ് സഖാരോവ സംസാരിച്ചത്. മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റങ്ങൾ, ക്ലസ്റ്റർ വെടിമരുന്നുകൾ, പീരങ്കി ഉണ്ടകൾ, അത്യാധുനിക എറ്റാക്കംസ് മിസൈലുകൾ എന്നിവ ഈ കൈമാറ്റ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈന് നൽകുന്ന തുടർച്ചയായ സൈനിക പിന്തുണ സമാധാന അന്തരീക്ഷം സംജാതമാക്കുന്നതിന് പകരം യുദ്ധം ദീർഘിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂവെന്നാണ് മോസ്കോ ശക്തമായി വാദിക്കുന്നത്. സമാധാന ചർച്ചകൾക്കുള്ള വഴികൾ അടയ്ക്കുകയും മേഖലയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യുന്ന നടപടിയാണിതെന്ന് റഷ്യ ആരോപിക്കുന്നുണ്ട്. ഈ മാസത്തിന്റെ തുടക്കത്തിൽ തുർക്കിയുടെ കൈവശമുള്ള പഴയ അമേരിക്കൻ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് കൈമാറാനുള്ള സാധ്യതയെക്കുറിച്ച് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കോൺഗ്രസിനെ ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഏകദേശം $255 മില്യൺ മൂല്യം വരുന്ന ആയുധ ശേഖരമാണ് ഈ പദ്ധതിയുടെ ഭാഗമായി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. കിഴക്കൻ യൂറോപ്പിലെ സൈനിക സാഹചര്യങ്ങളെ വലിയ രീതിയിൽ സ്വാധീനിക്കാൻ പോകുന്ന ഒന്നാണ് ഈ നിർദ്ദിഷ്ട കരാർ. കീവിന് നൽകുന്ന പാശ്ചാത്യ സൈനിക സഹായങ്ങളെക്കുറിച്ചും അവ യുദ്ധത്തിലുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചുമുള്ള സംവാദങ്ങൾക്ക് ഇത് വീണ്ടും വഴിമുരന്നിട്ടിരിക്കുകയാണ്. അങ്കാറയുടെയും വാഷിംഗ്ടണിന്റെയും ഈ കൂട്ടുകെട്ട് മേഖലയിലെ സൈനിക സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. തുർക്കി മുൻപ് റഷ്യയുമായും ഉക്രൈനുമായും ഒരുപോലെ നല്ല ബന്ധം പുലർത്താനും മധ്യസ്ഥത വഹിക്കാനും ശ്രമിച്ചിരുന്ന രാജ്യമാണ്. US നിർമ്മിത ആയുധങ്ങൾ മൂന്നാമത് ഒരു രാജ്യത്തിന് കൈമാറണമെങ്കിൽ വാഷിംഗ്ടണിന്റെ പ്രത്യേക അനുമതി ആവശ്യമാണ്. തുർക്കിക്ക് നൽകിയ ആയുധങ്ങൾ ഉക്രൈനിലേക്ക് തിരിച്ചുവിടുന്നതിലൂടെ തന്ത്രപരമായ ഒരു സൈനിക നീക്കത്തിനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. എന്നാൽ ശക്തമായ ദീർഘദൂര മിസൈലുകളും റോക്കറ്റ് സിസ്റ്റങ്ങളും ഉക്രൈന്റെ കൈകളിൽ എത്തുന്നത് റഷ്യൻ അതിർത്തികൾക്ക് നേരിട്ട് ഭീഷണിയാക്കുമെന്ന് മോസ്കോ കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് എറ്റാക്കംസ് മിസൈലുകൾ പോലെയുള്ള സങ്കീർണമായ ആയുധങ്ങൾ റഷ്യൻ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിക്കാൻ ഉപയോഗിച്ചേക്കാമെന്ന ആശങ്കയും റഷ്യയ്ക്കുണ്ട്. റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനാണ് സാധ്യത. അന്താരാഷ്ട്ര തലത്തിൽ തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ വീണ്ടും ഉന്നയിക്കാൻ മോസ്കോ ഈ അവസരം ഉപയോഗിക്കും. യുദ്ധകളത്തിൽ ഇതിനകം തന്നെ ഇരുപക്ഷത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ പുതിയ ആയുധങ്ങൾ എത്തുന്നത് പോരാട്ടത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കും. ആഗോള രാഷ്ട്രീയത്തിൽ നാറ്റോ സഖ്യത്തിന്റെ നീക്കങ്ങളും റഷ്യയുടെ പ്രതിരോധ തന്ത്രങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലായി ഈ സംഭവം മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര ഊർജ സാമ്പത്തിക വിപണികളിലും ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ദൃശ്യമായേക്കാം. പശ്ചിമേഷ്യൻ യൂറോപ്യൻ മേഖലകളിലെ സുരക്ഷാ അന്തരീക്ഷത്തെ ഇത് വീണ്ടും സങ്കീർണമാക്കുകയാണ്. തീരുമാനം നടപ്പിലാക്കുന്നതിന് മുൻപ് തന്നെ റഷ്യ നൽകിയ ഈ കടുത്ത മുന്നറിയിപ്പ് അമേരിക്കയ്ക്കും തുർക്കിക്കും നയതന്ത്രപരമായ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. കരാറുമായി മുന്നോട്ട് പോയാൽ ഉണ്ടാകാൻ ഇടയുള്ള പ്രത്യാഘാതങ്ങൾ അങ്കാറ ഗൗരവത്തോടെ പരിഗണിക്കേണ്ടി വരും. റഷ്യയുമായുള്ള വ്യാപാര വാതക ബന്ധങ്ങൾ തുർക്കിക്കേറെ നിർണായകമാണ്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ ഭീമമായ സൈനിക സഹായങ്ങളാണ് ഉക്രൈനെ പ്രതിരോധിച്ചു നിൽക്കാൻ സഹായിച്ചത്. എന്നാൽ ആയുധങ്ങളുടെ വിതരണം തുടരുന്നത് സമാധാന ചർച്ചകൾക്കുള്ള സാധ്യതകളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നുവെന്ന് ഒരു വിഭാഗം അന്താരാഷ്ട്ര നിരീക്ഷകരും അഭിപ്രായപ്പെടുന്നുണ്ട്. റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രസ്താവന കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ സൈനിക നീക്കങ്ങളുടെ സൂചന കൂടിയാണ്. അമേരിക്കൻ കോൺഗ്രസിലെ രേഖകളും തുർക്കിയുടെ സാധ്യമായ നീക്കങ്ങളും പശ്ചിമേഷ്യൻ യൂറോപ്യൻ രാഷ്ട്രീയത്തിലെ മാറിയ തന്ത്രങ്ങളെയാണ് കാണിക്കുന്നത്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾ നടക്കുമ്പോൾ തന്നെ മറുവശത്ത് ആയുധശേഖരം ശക്തമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത് ആഗോള സമാധാനത്തിന് വലിയൊരു വെല്ലുവിളിയായി തുടരുന്നു.